ശ്രീമാത്രേ നമഃ. നഖദീഥിതി സംഛന്ന നമജ്ജന തമോഗുണ. തന്നെ നമസ്കരിക്കുന്ന ജനങ്ങളുടെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ തക്ക നഖശോഭയുള്ളവൾ. ദേവിയുടെ നഖങ്ങൾ അതീവ ശോഭയുള്ളതാണ്. അതിങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദേവിയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ദേവിയുടെ പാദപത്മങ്ങളിലെ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം കൊണ്ട് നമ്മുടെ അജ്ഞാനം ഇല്ലാതെയാകും. അപ്പോൾ നമ്മുടെ അജ്ഞാനം ഇല്ലാതെയാകാൻ എന്തു ചെയ്താൽ മതി? ദേവിയെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഒറ്റ പ്രാവശ്യത്തെ നമസ്കാരം കൊണ്ട് മാത്രം നമ്മുടെ മനസ്സിൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ശക്തിയുണ്ട് ഈ ദേവിയുടെ പാദപത്മങ്ങൾക്ക്. കാരണം പ്രഭാപൂരിതമാണ് ദേവിയുടെ നഖങ്ങൾ. ഇരുട്ടകറ്റാൻ വിളക്ക് ഒരു പ്രാവശ്യം കത്തിച്ചാൽ മതി, പല പ്രാവശ്യം കത്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒറ്റ പ്രാവശ്യത്തെ പ്രോപ്പറായിട്ടുള്ള നമസ്കാരം കൊണ്ട് മാത്രം നമ്മുടെ മനസ്സിൻ്റെ അജ്ഞാനത്തെ ദൂരീകരിക്കുവാൻ ശക്തിയുള്ളതാണ് ദേവിയുടെ പാദപത്മങ്ങൾ. നമസ്കാരം എന്ന പ്രക്രിയയുടെ അർത്ഥം എന്താണ്? നമസ്കരിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ശരീരം ഭൂമിയിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്താ? ഈ ഞാനാണ്, എൻ്റെ ശരീരമാണ്. നമ്മുടെ ഈ ശരീരം മറ്റെന്തിനേക്കാളും ഏറ്റവും വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. നമസ്കരിക്കുമ്പോൾ ഈ ഏറ്റവും വിലപ്പെട്ടതിനെ ഒരു വിലയുമില്ലാത്ത ഒരു വസ്തുവിനെ പോലെ ദേവീ പാദങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ശരീരം എന്ന തോന്നൽ ഇല്ലാതെയാകുന്നതാണ് നമസ്കാരം. അങ്ങനെ ദേവീ പാദങ്ങളിലേക്ക് എന്നെ നിക്ഷേപിക്കുമ്പോൾ ഞാൻ ഒരുക്കിയും സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ട് നടക്കുന്ന ഈ ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള അജ്ഞാനം ദേവിയുടെ കാലുകളിലെ നഖങ്ങളുടെ പ്രഭ മാത്രം മതി ഇല്ലാതാക്കാൻ. അപ്പോൾ ജീവിത സാഫല്യത്തിന് ആകെ ചെയ്യേണ്ടത് ദേവിയുടെ പാദപത്മങ്ങളിലുള്ള ആ നമസ്കാരം മാത്രമാണ് എന്ന് ഈ നാമം കൊണ്ടിവിടെ വിശേഷിപ്പിക്കുന്നു. നഖദീതിഥി സംഛന്ന നമജ്ജന തമോഗുണ. സറണ്ടറാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി. ഇനി ദേവിയെ നമസ്കരിക്കുമ്പോൾ ഈ നാമവും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലുണ്ടാകട്ടെ. സറണ്ടർ അല്ലെങ്കിൽ സമർപ്പണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ശരണാഗതി പ്രാപിക്കുന്നത്? സൂക്ഷ്മമായിട്ട് ജീവിതത്തെ നിരീക്ഷിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാകും. എൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല ഈ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് എന്ന് എപ്പോഴാണോ ഒരാൾ തിരിച്ചറിയുന്നത്, ആ അറിവ് ഉണ്ടാകുന്ന നിമിഷത്തിൽ അയാൾ ശരണാഗതി അടയും.